ഗൈസ് എനിക്കിത് നെതറിൽ പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ നെതർ പോർട്ടിൽ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തായാലും നെതർ എക്സ്പ്ലോർ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ നെതറിൽ പോകുമ്പോൾ നമ്മൾ നല്ല ഡ്യൂപ്ലി ആർമറൊന്നും ഇടാതെ നല്ല ആർമറായിട്ട് പോകണം. അപ്പോൾ നമുക്ക് ഡയമണ്ട് ആർമർ വേണം. നിങ്ങൾ എനിക്ക് ഡയമണ്ട് മൈൻഡ് ചെയ്യാൻ പോകണം. അല്ല ഗൈസ്, നമ്മൾ ഡയമണ്ട് മൈൻഡ് ചെയ്യാൻ പോകും അല്ല, നമ്മളൊരു വില്ലേജൊക്കെ സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ ഡയമണ്ട് ആർമർ കിട്ടുന്ന ഒരു സ്ഥലം ആക്കിയെടുക്കുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയമണ്ടൊക്കെ മൈൻഡ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് പോകുമ്പോൾ നമ്മൾ നെതറിപ്പി ചത്ത് അപ്പോൾ നമ്മുടെ ഡയമണ്ട് ആർമറൊക്കെ പോയി. അപ്പോൾ പിന്നെ നമ്മൾ മൈനിങ്ങിന് പോകണ്ടേ. ഇതാകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ചത്താലും നമുക്ക് തിരിച്ച് ഡയമണ്ട് ആർമറൊക്കെ കിട്ടും ഗൈസ്. നമ്മൾ ഡയമണ്ട് ആർമറിൻ്റെ മാത്രമല്ല വേറെ സർപ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഈ വില്ലേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വേറെ സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് ഇതൊരു ബേസിക് അല്ല. നമ്മൾ പറഞ്ഞ കേസ് നമ്മൾ ഇവിടെ ലെതറൊക്കെ വെച്ച് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. ലെതർ പോട്ടെ ഐറ്റം അത് വെച്ച് നമ്മൾ കറക്റ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. നാളെ ദിവസം നമ്മുടെ മറ്റേ എന്തിന് ഫാമിൽ നിന്ന് കിട്ടുന്ന സംഭവം നമ്മളിവിടെ അയണൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കിയൊരു ഫാമാണ്. അപ്പം അതെ ഈ ഒരു ട്രാപ്പ് ഡോർ ഉണ്ട്. ഇതിൻ്റെ അടിയിലുള്ള നമ്മുടെ വില്ലേജസ് ഇരിക്കുന്നത് കണ്ടാ. ഇതാണ് നമ്മുടെ വില്ലേജസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയാൻ വിട്ട് നമ്മളെ ലെക്ചേർഡ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നല്ല ബുക്കൊക്കെ ഇവർ തരുന്നുണ്ട്. അൺബ്രേക്കിങ്ങും മെൻഡിങ്ങും ഫോർച്യൂണും സിൽക്ക് ടച്ച് ഒക്കെ ഇവർ തരുന്നുണ്ട്. ഇവരൊക്കെ കുറേ പേര് ബുക്കൊക്കെ തരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഈ ടൂൾ സ്മിത്തിനെയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഗൈസ്. ടൂൾ സ്മിത്തും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് മൊത്തം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുക ഗൈസ്. അത് കുറേ ടൈം എടുക്കുന്ന സംഭവമാണ്. നമ്മൾ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല ഗൈസ് നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഗൈസ്. നമ്മൾ അയണെടുക്കും ഇവിടെ ട്രേഡ് ചെയ്യും, അയണെടുക്കും ഇവിടെ ട്രേഡ് ചെയ്യും. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ഇതും വാങ്ങിക്കണം. ചെസ്റ്റ് പ്ലേറ്റും പാൻസും. അപ്പോൾ ഫസ്റ്റ് ചെസ്റ്റ് പ്ലേറ്റ്. എൻ്റെ പൊന്നെ ചെസ്റ്റ് പ്ലേറ്റിന് ഗൈസ് നമ്മുടെ എമറൽഡൊക്കെ തീർന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പെട്ടിയിൽ കുറച്ചുകൂടി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഈ ബൂട്ടിന് 15 ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് എടുത്തേക്കാം ഗൈസ്. ഇനി നമുക്ക് ഹെൽമെറ്റ് വാങ്ങിക്കണം. ഓക്കെ ശിവൻ്റെയിലാണ് ഗൈസ് നമ്മുടെ ഹെൽമെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ അതിന് വാങ്ങിക്കാനുള്ള എമറൽഡ് നമ്മുടെ കയ്യിലില്ല. പിന്നെ ഗൈസ് നമ്മൾ ഈ സോൺ നമ്മൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയിരുന്നു ഗൈസ്. കാരണം വില്ലേജറെ തല്ലിക്കൊല്ലാനാണ് ഗൈസ്. കാരണം കുറേ വില്ലേജറെ ഇവിടെ വേണ്ടായിരുന്നു. നമ്മൾ ഒരു ഫ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കിയത് അറിയാതെ നമ്മൾ ഇതുണ്ടാക്കി. നമ്മുടെ പാൻസ് ആയിരുന്നു പിന്നെ കിട്ടിയത്. പിന്നെ ഹെൽമെറ്റിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോഴത്തേക്ക് അവരെ തല്ലിക്കൊന്നിട്ടാണ് പുതിയൊരുത്തിന് വെച്ചത്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് മെഗളിൽ പോയിട്ട് ഇതെല്ലാം മൊത്തം ഇട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. മെഗളിൽ പോയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാർമറായിട്ട് മൊത്തം ഇട്ട് ഇവനെ ഈ തന്നെയാണ് ഗൈസ് ഈ ഹെൽമെറ്റ് തരുന്നത്. ഇവന് അവസാനം ഒരുത്തൻ നേരത്തെ ഉണ്ടായിരുന്നു ഗൈസ്. അവനെ തല്ലിക്കൊന്നു കാരണം ഇവൻ ഇത് തരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആർമറൊക്കെ ഇടാം. ഓക്കെ ലെഗിൻസും ഇട്ടിട്ടുണ്ട്. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ നോക്കാം. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് മറ്റേ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ഓക്കെ അപ്പോൾ കണ്ട ഗൈസ്. തിളക്കം കണ്ട നമ്മുടെ ഡയമണ്ട് ആർമർ. ഇനി നമുക്ക് നമ്മുടെ ടൂൾസ് സെറ്റ് ചെയ്യണം. ടൂൾസ് സെറ്റ് ചെയ്തിട്ട് ഇനിയും നമ്മൾ ഫാർമിൽ പോയിട്ട് എമറൽഡ് എടുത്തുകൊണ്ടുതന്നെ ഇവിടെ ട്രേഡ് ചെയ്യണം. അയൺ എടുത്തുകൊണ്ടുതന്നെ ഇവിടെ ട്രേഡ് ചെയ്യണം. ഇത് ഇനി ബുക്കൊക്കെ വാങ്ങിക്കണം. നമ്മൾ ആ ബുക്കൊന്നും ഇനി ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. നമുക്ക് ടൂൾസൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് ഓരോരോ ടൂൾസായിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ചെയ്തിട്ടില്ലല്ലേ. കുറച്ച് അയൺ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫാർമിൽ നിന്ന്. അയൺ മറ്റേ ഫാർം ഉണ്ടാക്കിയത് എന്ത് ഹെൽപ്പ് പോയെന്ന് പറയാം. അതില്ലാതെ നമ്മൾ പെട്ടെന്ന് ഗൈസ് നമുക്ക് കുറച്ച് അയൺ ട്രേഡ് ചെയ്യാം. ഇവங்க ലോക്ക് ചെയ്താൽ ഓക്കെ. ഇവന് കുറച്ച് ഇത് വാങ്ങിച്ചേക്കാം. ഇതൊന്നും ഇച്ചിരി ആവുന്നുള്ളൂ ഗൈസ്. നമുക്ക് ഡയമണ്ട് ഒന്നും എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഫ്ലിൻറ്റ് ഒപ്പിച്ചിട്ട് വരാം ഗൈസ്. ഫ്ലിൻറ്റ് ഒപ്പിച്ചാൽ ഇവരാരെങ്കിലും റീസ്റ്റോക്ക് ചെയ്താവോ? ഓക്കെ ഇവർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇത് മൊത്തം 13 വീട്ടിൽ ഇത് നമുക്ക് കൊടുത്ത് നോക്കാൻ ചിലപ്പോൾ ആയാലോ. ഓക്കെ ഇവന് ആക്സ് തരുന്നുണ്ട്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് നമ്മൾ കുറച്ച് ഫ്ലിൻറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. ഫ്ലിൻറ്റ് എടുത്ത് നമ്മൾ അവന് കുറച്ച് ട്രേഡ് ചെയ്ത് ഗൈസ്. അപ്പോൾ അവൻ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മൊത്തം ആർമർ എല്ലാം വാങ്ങിക്കുന്നതായിട്ട് നിങ്ങൾ കാണിക്കണം. ഓക്കെ ഇനി നമുക്ക് ഇവനടുത്തുനിന്ന് സംഭവം വാങ്ങിച്ചേക്കാം. നമ്മൾ 32 ഇതുണ്ട്. നമുക്കൊരു ആദ്യം നമുക്ക് ആക്സ് അല്ലെങ്കിൽ ഇവിടെ ഇതെന്താ ഇവൻ ശവല് ഇവൻ പിക്കെക്സ്. ഒരു മിനിറ്റ് ഇവരല്ല ആ ഗ്രൈൻഡ് സ്റ്റോൺ ഇവിടെ ഞാൻ ആദ്യം വെച്ചെങ്കിൽ ഒരു മിനിറ്റ് ഇവനെ കാണിക്കട്ടെ. അത് സാധനം കാണിച്ചു തരാം ഗൈസ്. ഇവൻ തരുന്നത് ആക്സും പിക്കാക്സും. എല്ലാവരും കുറേ പേര് ഒരു സാധനം തന്നെ വരുന്നുണ്ട്. ഇവനല്ല അതെ ഗൈസ് ഈ ഗ്രൈൻഡ് സ്റ്റോൺ ഒരേ സാധനം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്താ അങ്ങനെ? അപ്പോൾ നമ്മുടെ എമറൽഡ് കുറേ വേസ്റ്റ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ അയൺ ഫാർം ഉള്ളതുകൊണ്ട് നമുക്കിനി വള്ളിയില്ല. എന്തായാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടേ നിങ്ങളെ മൊത്തം ആർമറൊക്കെ ഒന്ന് വാങ്ങിക്കണം. നമുക്ക് കുറച്ചുകൂടി എമറൽഡ് വേണ്ടി വരും.
ഓക്കെ ഗൈസ്, നമ്മൾ എമറാൾഡൊക്കെ സെറ്റാക്കി ഏകദേശം 2 സ്റ്റാക്കോളം എമറാൾഡ് സെറ്റാക്കി. നമ്മൾ കുറേ നേരം റീസ്റ്റോക്ക് ചെയ്ത് നേരം നിന്ന് നമ്മൾ എണ്ണ ഫാർമിങ് കുറേ FK നിന്ന് അങ്ങനെ നമ്മൾ കുറേ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ആക്സ് വാങ്ങിച്ചാൽ ഗൈസ്. എന്നും പറഞ്ഞ് നമ്മുടെ ഈ സോഡില്ലേ, ഈ സോഡ് നമ്മൾ എടുത്ത് കളയുന്നതാണ്. നമ്മൾ ഇതിൽ നിന്നെല്ലാം വാങ്ങിക്കത്തുള്ളൂ. നമുക്ക് ഇവൻ്റെ നിന്ന് കുറേ സോഡും വാങ്ങിച്ചേക്കാം. ഇത് എൻജാൻറ്റിയ സോഡാണ്. ഷാർപ്പ്നെസ് 3 ഉണ്ടോ? നല്ല കാര്യം കേട്ടോ. ഇവനല്ല. ഓക്കെ, ഇവൻ്റെ നമുക്കൊരു പിക്കാക്സ് ഓക്കെ, പിക്കാക്സ് വാങ്ങിച്ചേക്കോ. 29 എമറാൾഡ് ഗൈസ്. പിന്നെ എൻ്റെ പൊന്നി, ഇത് ഗോഡ് പിക്കാക്സാ ഗൈസ്. സംഭവം കണ്ട, ഫോർച്യൂൺ അൺബ്രേക്കിംഗ് 2 എഫിഷ്യൻസി 2. ഒരു മിനിറ്റ് ഗൈസ്, എൻ്റെ കയ്യിൽ ഒരു പിക്കാക്സ് കൂടി വാങ്ങിച്ച എഫിഷ്യൻസി 2 എഫിഷ്യൻസി 3 ആവത്തില്ല. ഈ ഒരു പിക്കാക്സ് കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ എന്തോ ഒരു പിക്കാക്സ് ഉണ്ടല്ലോ. ഇവൻ്റെ കയ്യിലുള്ള എന്തുവാ? ഇവൻ്റെ എഫിഷ്യൻസി 2 ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതൊരെണ്ണം കൂടി വാങ്ങിച്ചേക്കാം. അതൊരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്കിവിടെ ആൻവിലുണ്ട്. ആൻവിൽ വെച്ച് നമുക്ക് ഈ എഫിഷ്യൻസി 3 ആക്കിയേക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം തന്നെ മിക്കവാറും ഗോഡ് പിക്കാക്സ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും നമ്മളത് ഇപ്പം ചെയ്തില്ലേ, നമ്മളത് വേറൊരു എപ്പിസോഡ് ചെയ്തേക്കാം. നമ്മൾ ഇപ്പോൾ തൽക്കാലം എഫിഷ്യൻസി 3 വരെ ആക്കിയിട്ടില്ല, എഫിഷ്യൻസി 4 വരെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ശവലല്ലല്ലോ എന്തോ കൂടി വേണമല്ലോ. അപ്പോൾ നമ്മൾ മൊത്തം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് നിങ്ങളെ മെകളിൽ പോയിട്ട് എല്ലാം നിങ്ങൾ ഇട്ട് കാണിക്കാം. നമ്മളെല്ലാം ഷോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫുൾ ഡയമണ്ട് കിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ നമ്മൾ നെതർ പോർട്ടലിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. ഇപ്പോൾ നേരെ പോവാം. ഓക്കെ, നമ്മുടെ നെതർ പോർട്ടലിലോട്ട് കയറാൻ പോകണം. നമ്മൾ വേറെ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോകണം. ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ഒന്നും ആവശ്യം കാണത്തില്ല തൽക്കാലത്തേക്ക്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബിൽഡിങ്ങിനല്ലോ എൻ്റെ പണ്ടാണോ അത് എഴുതി കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നെതറിൽ കയറും. പക്ഷെ നമുക്ക് അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. അറിയാതെ എൻ്റെ കൈ തെറ്റിയത് ചീറ്റോണായിട്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ഓഫാക്കിയാലും അച്ചീവ്മെൻറ്റ് കിട്ടുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഞാനത് ഓഫാക്കി നോക്കി, എന്നിട്ട് ഞാൻ വേറെ സംഭവം ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ നെതറിൽ കയറിയിട്ടുണ്ട്. അയ്യോ എൻ്റെ പൊന്നെ, ഇതെന്തിരുത്? ഇപ്പുറത്തെ ബ്ലോക്കൊന്നും ഇല്ലേ? സൂപ്പർ. നമുക്ക് ഇപ്പുറത്തത് പോയി നോക്കാം. ഇതെന്തിനാണ് സ്കൈ ബ്ലോക്കാ? ഇതെന്താ ഇങ്ങനെ? ഓക്കെ ഗൈസ്, ഞാൻ പോണ് ഗൈസ്. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോണ്. അപ്പോൾ ഇതാണ് ഗൈസ് അവിടെ ഇന്നത്തെ എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഞാൻ പോണ്. എനിക്കൊന്നും ഭയ ഇവിടെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് കൂടെ എടുത്തിട്ടില്ല ഗൈസ്. ഞാൻ പോണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം ഐറ്റം കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ നെതർ കണ്ടല്ലോ. നെതർ സൂപ്പർ അല്ലേ നെതർ. ഓക്കെ, നമ്മുടെ എക്സ്പ്ലോർ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം സംഭവം ചെയ്തേക്കാം. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ നെതർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വേറൊരു എപ്പിസോഡിൽ നമ്മൾ കറക്റ്റ് നെതർ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇന്ന് നമ്മൾ ഡയമണ്ട് ആർമർ ആവുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നെതർ നമുക്ക് കറക്റ്റായിട്ട് ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കണം. നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ പിന്നെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ചെയ്യണം. ഓക്കെ, ബൈ.